പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഡേ 24 ആയിരിക്കുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനോടാണ്. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആലോചിച്ച് നോക്കൂ. വി ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ എവറി ലെസൺ, എവറി ചലഞ്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഫോർവേഡ്. ബിക്കോസ് എവറി സ്റ്റെപ്പ് മേക്സ് മീ ബെറ്റർ. നമ്മുടെ ബെസ്റ്റ് വേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എവറി ഡേ എവറി ഡേ വി ആർ ലേണിംഗ് ന്യൂ ലെസൺ. ഗ്രോത്ത് എങ്ങനെയുള്ളതായിക്കോട്ടെ, സ്റ്റഡി ഗ്രോത്ത് ആയിക്കോട്ടെ, സ്റ്റീപ്പായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ആളുകളുണ്ടല്ലേ, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്ലോ ഗ്രോത്ത് ആയിക്കോട്ടെ, വി ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി ടൈപ്പ് ഓഫ് ഗ്രോത്ത് പാറ്റേൺ ഇൻ അവർ ലൈഫ്, ബിക്കോസ് ഇറ്റ് മെയ്ഡ് അസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വിതിൻ അസ്. നമ്മൾ മാനസികമായിട്ടുള്ള വളർച്ച, ശാരീരികമായിട്ടുള്ള വളർച്ച, എൻവിയോൺമെൻറ്റൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നത്, അങ്ങനെ എത്ര എത്ര തരം ഗ്രോത്താണ് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞ് വളർന്നു വന്നിട്ടുള്ളത്. ഓരോ നിമിഷത്തിനോടും നാം നന്ദി പറയേണ്ടതാണ്. ഇന്നത്തെ അഫർമേഷൻ പറഞ്ഞാലോ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഗ്രോത്ത്. എവറി ഡേ ഐ ബിക്കം സ്ട്രോങ്ങർ, വൈസർ, കൈൻഡർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഓരോ ദിവസവും നമ്മൾ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണ്, വൈസർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ കൈൻഡർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ നന്ദി പറഞ്ഞ് മുന്നേറുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളുടെ മുന്നിൽ തെളിയും. അത് ഉറപ്പാണ്. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പേഴ്സണൽ ഗ്രോത്ത്. വളർച്ചയുടെ ഓരോ ഘട്ടവും, എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവവും, ഓരോ വെല്ലുവിളിയും, ഓരോ പാഠവും ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വളർച്ച എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് ജീവിതകാലം മുഴുവൻ തുടരുന്ന മനോഹരമായ യാത്രയാണ്. ആ യാത്രയിലെ ഓരോ ചുവടിനും ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് എന്നെ പുറത്തു കടക്കാൻ അനുവദിച്ച മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങളെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ കറേജ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആൻഡ് എംബ്രേസ് ദ ചേഞ്ച്. Even when the path has been difficult, each obstacle has taught me valuable lessons about patience, resilience, and self belief. I appreciate how much I have learned from both my successes and my failures. Every mistake has been opportunity to grow wiser, stronger, and more compassionate. I no longer fear growth. I no longer fear growth because I know it leads me toward better version of myself. ചിലപ്പോൾ വളർച്ചയുടെ ഇടയിൽ നമുക്ക് വിജയം മാത്രമല്ല തോൽവികളും ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? എല്ലാതും ഒരേപോലെ സ്വീകരിക്കാം. വിജയമായാലും തോൽവിയായാലും ഒരേപോലെ സ്വീകരിക്കാം. എളുപ്പമുള്ള കാര്യമല്ല. തോൽവി സംഭവിക്കുമ്പോൾ നമ്മൾ കരയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിയില്ല എന്ന് വിചാരിച്ച് കരയും. പക്ഷെ ആ ഒരു ഫേസ് മറികടന്നാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന വിജയം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന്. ചിലപ്പോൾ അതൊന്നല്ല ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ കരിയർ ഗോൾസ് മാറിയിരിക്കും, നമ്മുടെ പേഴ്സണൽ എവല്യൂഷൻ അതും ഡിഫറെൻ്റ് ആയിരിക്കും. ആസ് എ പേഴ്സൺ നമ്മുടെ ഗ്രോത്ത് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് ഫേസസിലും. നമ്മൾ 10 വയസ്സിൽ ചിന്തിച്ച ഒരു പാത്തിൽ കൂടെ അല്ലല്ലോ 40 ഇയേഴ്സിലോ അല്ലെങ്കിൽ 50 ഇയേഴ്സിലോ നമ്മൾ സഞ്ചരിക്കുന്നത്. ചിലരുടെ കരിയർ ഗോൾ തന്നെ മാറിയിരിക്കും, കരിയർ തന്നെ മാറിയിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഗ്രോത്ത് ഈസ് ഗ്രോത്ത്. അതായത് നമ്മൾ പിന്നോട്ട് പോകാതെ നമ്മളെ മുന്നോട്ടേക്ക് നയിച്ച ഗ്രോത്ത് പാറ്റേണില്ലേ, അതിനോട് നന്ദി പറയാം. എല്ലായ്പ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന്, വെള്ളവും വെളിച്ചവും വളവും തന്ന് നമുക്ക് വളരാൻ പറ്റിയെന്ന് വരില്ല. ചില സമയത്ത് നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അതായത് ചിലപ്പോൾ ആ പേസിൽ ആ സ്പീഡ് ഒന്ന് കുറഞ്ഞിരിക്കാം, എന്നാലും നമ്മൾ വളർന്നല്ലോ. നമ്മൾ സോഷ്യലി ഡിഫറെൻ്റായിട്ട് പെരുമാറുന്ന സ്ഥലങ്ങളിലും എന്തിലും നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളെ നന്ദിപൂർവ്വം ഓർക്കാം. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ടോ: ഹൗ ഹാവ് ഐ ഗ്രോൺ ഓവർ ദ പാസ്റ്റ് ഇയർ? എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വാട്ട് ചലഞ്ച് ഹാസ് ഹെൽപ്പ് മീ ബിക്കം സ്ട്രോങ്ങർ? എന്ത് ചലഞ്ചാണ് എന്നെ സ്ട്രോങ്ങർ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? വാട്ട് ന്യൂ ഹാബിറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് മൈ ലൈഫ്?
എൻ്റെ പുതിയ ഏത് ഹാബിറ്റാണ് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ളത്? വാട്ട് ആം ഐ മോസ്റ്റ് പ്രൗഡ് ഓഫ് മൈ പേഴ്സണൽ ഗ്രോത്ത്? എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രൗഡായിട്ട് ചിന്തിക്കുന്നത് എന്താണ്? ഹൗ ക്യാൻ ഐ കണ്ടിന്യൂ ഗ്രോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഈച്ച് ഡേ? ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി എന്നും എനിക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഗ്രോത്തിൽ ഡിഫറെൻറ്റ് ഫേസ് ഉണ്ടാവുള്ളൂ. ചില സമയത്ത് എല്ലാം സക്സസ്ഫുൾ ആവില്ലേ? ദ ഗ്രോത്ത് ഇസ് ഹൈ, അല്ലെങ്കിൽ പീക്കായിട്ടുള്ള സമയം. അങ്ങനെ പീക്കായിട്ടുള്ള സമയം നമ്മളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് നമുക്ക് തോന്നുന്നു നോക്കി, ആ സമയത്ത് നമ്മൾ മാക്സിമം അച്ചീവ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായമായിട്ട് മാക്സിമം നമ്മൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം അച്ചീവ് ചെയ്യുക ആ ഒരു സമയത്ത്. എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞ് ചില സമയത്ത് ഗ്രോത്ത് സ്ലോ ആയിരിക്കും. സോ ടേക്ക് റെസ്റ്റ് എന്നല്ല, ആ സമയം നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ നമ്മൾ സാഡ് ആവണ്ട. മുന്നിൽ കുറേ ആളുകൾ പോയിട്ടുണ്ടാവും, നമ്മൾ പുറകിലാന്ന് വിചാരിക്കേണ്ട. ബട്ട് സ്റ്റിൽ യു ആർ ഗ്രോയിങ്. അപ്പം അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. ടുഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട്: Growth begins when we choose to learn from every experience and believe in the person we are becoming. നമ്മൾ ആരായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ല, അല്ലെ? ചില സമയത്ത് ആയിത്തീർന്നിട്ടാണ് ആയിരിക്കും അറിയുക വി ആർ ബിക്കമിങ് ദാറ്റ് എന്നുള്ളത്. ടുഡേ ഐ ചൂസ് ടു സെലിബ്രേറ്റ് മൈ പ്രോഗ്രസ് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ. ഐ റെക്കഗ്നൈസ് ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് സ്റ്റെപ്സ് forward are meaningful and worth appreciating. As I continue this gratitude journey, I'm thankful for the person I was, proud of the person I am today, and excited about the person I am becoming. I welcome every opportunity to learn, grow, and shine. Growth is a beautiful gift, and today I'm deeply grateful for it. ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ്. ഇന്ന് ഞാൻ ആ ഒരു ഗിഫ്റ്റിനെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ കൃതജ്ഞതയുടെ യാത്ര തുടരുമ്പോൾ ഞാനായിരുന്ന വ്യക്തിക്കും, ഇന്ന് ഞാൻ ആയിരിക്കുന്ന വ്യക്തിക്കും, നാളെ ഞാൻ ആകാൻ പോകുന്ന വ്യക്തിക്കും ഞാൻ നന്ദി പറയുന്നു. പഠിക്കാനും വളരാനും എൻ്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാനുമുള്ള ഓരോ അവസരവും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളും ആലോചിക്കാം. ഓരോ കാലഘട്ടങ്ങളും നമ്മൾ ഓരോന്നും പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത് ആ സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് യുവർ കറൻറ്റ് സിറ്റുവേഷൻ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എഹെഡ്. ഒരു ഒരു താളം അങ്ങനെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. സോ ഗ്രോത്ത്, സ്റ്റഡി ഗ്രോത്ത് ആവുമ്പോൾ അതൊരു സ്റ്റാഗ്നൻറ്റ് ഫേസ് പോലെ തോന്നില്ല. സ്റ്റഡി ഗ്രോത്ത് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇറ്റ്. സോ വെദർ ഇറ്റ് ഈസ് അപ്പ് ഓർ ഡൗൺ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. വൺസ് ഇറ്റ് ഈസ് ഡൗൺ, ദർ ഇസ് എൻ അപ്പ് ഫേസ് ഇസ് ദെയർ, റൈറ്റ്? ഒരു വേവിൻ്റെ കാര്യം ആലോചിക്കുക. ദർ ഇസ് അപ്പ്, ദർ ഇസ് ഡൗൺ. നമ്മൾ പഠിച്ചില്ല, ലോ ക്രസ്റ്റ് ആൻഡ് ലോവർ പാർട്ട്, അങ്ങനെ ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പം നമ്മൾ ലൈഫിൽ ഒരു ഡൗൺ ഫോൾ ഉണ്ടായെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു താഴ്ച ഉണ്ടായെന്ന് വെച്ച് വിഷമിക്കേണ്ട. ദർ ഇസ് ഓൾവേസ് ഒരു അപ്പർ വേവ് ഇസ് വെയിറ്റിംഗ്. ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ഇറ്റ്, ഓക്കെ? ഇനി ഗ്രോത്തിൻ്റെ അപ്പർ ഫേസിൽ പീക്ക് സക്സസ്സിലുള്ള ആൾക്കാരാണ് എന്നെ ലിസൺ ചെയ്യുന്നതെങ്കിൽ മാക്സിമം സക്സസ് ആവാൻ ശ്രമിക്കുക. ദ ബ്രൈറ്റസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യാം, ഹാപ്പിയസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യാം. സോ വാട്ട് എവർ തിങ്സ് കം ടു യു മേ ബി ഇൻ ഫേവർ ഓഫ് യു, ചിന്തിക്കുക. ആ സമയം നമുക്ക് എല്ലാം ഫേവറായിരിക്കും. എൻ്റെ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു, 2009. എവറിഥിങ് വാസ് ഗുഡ്. വാട്ട് എവർ ഐ ഡു നോ, ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ഒരു 40 സ്കൂളിലൊക്കെ ഇൻ്റർവ്യൂവിന് പോയി. ഒരു 40 സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു 35 സ്കൂൾസിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു സം റീസൺ കുറച്ച് അകലെ ആണ് ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ 10 സ്കൂളും കൂടിയും ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റണതുണ്ടാവില്ല. ഇനി 10 സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ 5 സ്കൂളിൽ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് പോലും വിളിക്കില്ല, CV അയച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഒരു കരിയറിൻ്റെ അപ്പ് ആൻഡ്
ഡൗണിൻ്റെ കാര്യമാണ് പറയുന്നത്. ചില സമയത്താണെങ്കിൽ ഒരു സ്കൂളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അത് മുടങ്ങും. ഇനിയിപ്പോൾ അത് ജോലിക്ക് പോയാൽ തന്നെ അത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കൊണ്ട് അത് റിസൈൻ ചെയ്യേണ്ടി വരും. സോ ദർ വാസ് എൻ അപ്പ് ടൈം ആൻഡ് ദർ വാസ് എ ഡൗൺ ടൈം. അപ്പോൾ ഡൗൺ ടൈമിൽ മാക്സിമം നമ്മൾ എനർജറ്റിക് ആയിട്ട് ഒരു അപ്പർ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ആ സമയത്ത് അയ്യോ എനിക്കെല്ലാം ഡൗൺ ആണല്ലോ, എൻ്റെ ഒന്നും ശരിയാവണില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. വരും, നമുക്കും നല്ല കാലം വരും, എല്ലാവർക്കും നല്ല കാലം വരും. എവറി വൺ വിൽ ഹാവ് എ ഗുഡ് ടൈം. സോ വാട്ട് എവർ കംസ് ടു യു ബി ഗ്രേറ്റ്ഫുൾ. എന്ത് വന്നാലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. ഞാൻ എൻ്റെ ഈ ഡൗൺ ഇരിക്കുന്ന സമയത്ത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ് ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം അത് സൂപ്പർ സക്സസ് ആയി പോകുന്നതിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് തോന്നുന്നു. ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട് എൻ്റെ എൻ്റെ ശബ്ദം, എൻ്റെ മോട്ടിവേഷൻ, എൻ്റെ പോയംസ്, എൻ്റെ സ്റ്റോറീസ്. സോ പണ്ടൊക്കെ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ആയിരുന്നു. അപ്പം ലൈക്ക് എത്ര സ്ഥലങ്ങളിൽ അയച്ചു കൊടുത്തിട്ടാണ് ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്, റൈറ്റ്? ചില സമയത്ത് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ അവർ ചോദിക്കില്ലേ, ഇത്രയും പൈസ വേണം നിങ്ങളുടെ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ ഒരു പേജിൽ, അങ്ങനെയൊക്കെ. അപ്പം അത്രയും പോലും നമ്മുടെ അക്ഷരങ്ങളിൽ മഷി പൂരളാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കവികളും കവയത്രികളും അല്ലെങ്കിൽ എഴുത്തുകാരും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ എഴുതാനായിട്ട് കുറേ സൈറ്റുകളുണ്ട്. സോ അങ്ങനെയുള്ള സൈറ്റുകളിൽ എന്താ പറയുക, നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും സൃഷ്ടിപരമായിട്ടുള്ള കാവ്യസൃഷ്ടി, കലാസൃഷ്ടി, അങ്ങനെ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ പ്രൈസും ഉണ്ട്. ഇപ്പം വരുമാനം ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട്. നമ്മളൊരു പുസ്തകത്തിൽ കവിത എഴുതാൻ അല്ലെങ്കിൽ കവിത വരാനും കഥ വരാനും ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനും നമുക്കതിന് പ്രൈസ് കിട്ടാനുമുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നിലവിലുണ്ട്. അപ്പോൾ പണ്ടത്തെ അപ്പ് ആൻഡ് ഡൗൺ ഫേസിന് കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഗ്രോത്തുള്ള ഫേസുകളുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് ഏത് മേഖലയിലാണ് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റാം, അതുപോലെ ഏതാണ് അതിൻ്റെ വഴി എന്നുള്ളത് കണ്ടുപിടിക്കണം. ധാരാളം ആളുകൾ കേട്ടിട്ട് കവിതകൾ കേട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, അതുപോലെ മോട്ടിവേഷൻ പറയുന്നത് കേട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു സ്റ്റാഗ്നന്റ് ഫേസ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഗ്രോത്ത് ഫേസിലാണ് ഞാനും വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഗ്രോത്ത് എന്നുള്ള ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗ്രോത്തിനെ പറ്റിയിട്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. സോ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.